The taste of your mind. Kiwi ice cream. Chill the fun. 2002 ഗുജറാത്ത് കലാപത്തിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളല്ല 2020 ഡൽഹിയിൽ നടന്ന കലാപത്തിൽ നിന്ന് മുസ്ലിം ജനതയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 2002 കലാപത്തിൽ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങളെ കൊല്ലലേ എന്ന് പറയുന്ന ദൃശ്യമാണ് ലഭിച്ചതെങ്കിൽ 2020 ഡൽഹി കലാപത്തിൽ നെഞ്ചും വിരിച്ച് മുന്നോട്ട് വരുന്ന മുസ്ലിം ജനതയുടെ ചിത്രമാണ് നമുക്ക് ലഭിച്ചത്. കാരണം അവർ പ്രതിരോധം പഠിച്ചിരിക്കുന്നു. പോലീസിനെയോ പട്ടാളത്തിനെയോ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അവർ അവരോടൊപ്പം കൂറുപുലർത്തി നിൽക്കുന്ന സമയത്ത് സ്വന്തം ജീവൻ അപകടത്തിലാകുമ്പോൾ രക്ഷ നേടാൻ ഇന്ത്യയുടെ നീതി വ്യവസ്ഥകൾ പറഞ്ഞു തരുന്നുണ്ട്. അതവർ പ്രതിരോധമായി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതുകൊണ്ട്, തോക്കുകൾ കയ്യിലുണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട സംഘപരിവാർ ഭീരുക്കളെയാണ് ഡൽഹി കലാപം നമുക്ക് തുറന്നടിച്ച് കാണിച്ചു തന്നത്. ആദ്യം, അതായത് കലാപത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമണത്തിന്, കലാപത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പിന്നീട് അവർ പ്രതിരോധത്തിൻ്റെ വക്താക്കളായി തിരിച്ചടിച്ച സമയത്ത് സംഘപരിവാർ തോക്കും കൊണ്ട് പേടിച്ചോടുന്ന ചിത്രങ്ങളാണ് നമുക്ക് ഡൽഹി കലാപത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 2002 ഗുജറാത്ത് അല്ലായിരുന്നു 2020 ഡൽഹി കലാപം. മുസ്ലിങ്ങളോടൊപ്പം നല്ലവരായ ഹൈന്ദവരും സിഖുകാരും മറ്റുള്ള മതസ്ഥരും ദളിതരുമൊക്കെ കൂടിച്ചേർന്ന് നിന്നപ്പോൾ അവർക്കൊരു പ്രത്യേക ബലം ലഭിച്ചു. ആ ബലമാണ് പ്രതിരോധം. തോക്കുകൾ മാത്രമായിരുന്നു സംഘപരിവാറിൻ്റെ ഏക പോംവഴി. കാണുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ തോക്കുപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുന്ന ഒരു കാര്യമല്ലാതെ പ്രതിരോധം എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ മുസ്ലിങ്ങൾ നിന്നപ്പോൾ ഓടിയൊളിക്കുന്ന സംഘപരിവാർ ഭീരുക്കളെ തന്നെയാണ് ഡൽഹി കലാപം വിളിച്ചു പറയുന്നുള്ളത്. അതായത് ഇനിയും ഇരകളാക്കപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. ഇറച്ചിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന മുസ്ലിം ജനത ഇനി ഒരു കാര്യം തീരുമാനിച്ചു എന്നുള്ളതാണ് ഡൽഹി കലാപം നമുക്ക് മുന്നിൽ വിളിച്ചോതി തരുന്നുള്ളത്. പ്രതിരോധിക്കാൻ ഞങ്ങളും തയ്യാറാണ്. കാരണം പ്രതിരോധിക്കാതെ വേറെ വഴിയില്ല. അങ്ങനെയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ ഉണ്ടാകുമ്പോൾ മുസ്ലിം ജനതയുടെ സുരക്ഷ അവരുടെ കയ്യിൽ മാത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്ന സമയത്ത് തോക്കുകൾ പോലും സംഘപരിവാരിന് കളിപ്പാട്ടങ്ങളായി തോന്നിപ്പോയ നിമിഷമായിരുന്നു. ചങ്കുറപ്പോടെ നെഞ്ചും വിരിച്ചുകൊണ്ട് കലാപകാരികൾക്ക് മുന്നിൽ വന്ന് വിപ്ലവം സൃഷ്ടിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ കണ്ട് ഞെട്ടിവിറച്ചുപോയ സംഘിഭീരുക്കളുടെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഡൽഹി കലാപം വിളിച്ചു പറയുന്നു, സംഘിഭീകരർക്ക് ഇനി ഒരു പേടിയുണ്ട്. പഴയതുപോലെയല്ല മുസ്ലിം ജനത. അവർ പ്രതികാരത്തിൻ്റെ ദാഹികളായി മാറിയിരിക്കുന്നു. കാരണം അക്രമത്തിന് ചുക്കാൻ പിടിക്കുന്ന സംഘപരിവാർ അവരുടെ ഒരുപാട് സഹോദരങ്ങളെ ഇല്ലാതാക്കിയതുകൊണ്ട് മുഷ്ടി ചുരുട്ടി നെഞ്ചും വിരിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായ ഒരു മുസ്ലിം ജനതയെ ഡൽഹി കലാപത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക്. This taste is a wonder to me. I'm never gonna miss it for any. Whoa, 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 Yum, yum, yummy kiwi. The taste of your mind. Kiwi ice cream. Chill the fun.